നമ്മൾ ചിലപ്പം മൊബൈലിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൽ നമ്മൾ ആമസോണിൽ എന്തെങ്കിലും ഓർഡർ ചെയ്യാറുണ്ട്. ഒരു പേന ഉദാഹരണത്തിന് നമ്മൾ ആമസോണിന് സെർച്ച് ചെയ്തു, നമ്മൾ ഇഷ്ടപ്പെട്ട് എടുത്തു, കാർട്ടിലിട്ടു, നമ്മളത് ചെക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനുള്ള പേയ്മെൻറ്റും കൂടെ കൊടുത്തെന്ന് വിചാരിക്കും. അത് വെള്ളിയാഴ്ചയെ കിട്ടുകയുള്ളൂ, 5 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഡെലിവറി ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഈ 5 ദിവസം ഈ പേനയെക്കുറിച്ച് ഓർത്ത് വ്യാകുലതപ്പെടുവോ? നമ്മൾ ഈ പേനയെക്കുറിച്ച് വേറെ ആരോടെങ്കിലും പോയി പറഞ്ഞ് അയ്യോ എനിക്കത് വരാണ്ടാവോ, ഇനി ആരെങ്കിലും തടസ്സപ്പെടുത്തുമോ, ഇനി സമയത്ത് കിട്ടാണ്ടാവോ? നമ്മളൊന്നും ചെയ്യില്ല. നമ്മൾ അത് ഓർഡർ ചെയ്തു, പിന്നെ സൈലൻ്റ് ആയിട്ട് നിൽക്കും. പക്ഷെ നിൽക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇതിൻ്റെ പുറകിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യും. അതായത് നമ്മൾ ഓർഡർ ചെയ്തത് പ്രിൻ്റ് എടുക്കാൻ ഒരാളുണ്ടാകും, അത് പാക്ക് ചെയ്യാൻ ആളുണ്ടാകും, അത് കൊറിയർ അയക്കാൻ ആളുണ്ടാകും, കൊറിയർ ഓഫീസിൽ നിന്ന് അത് ഷിപ്പ് ചെയ്യാൻ ആളുണ്ടാകും, അത് ട്രാക്കിംഗ് ഇത് തരാൻ ആളുണ്ടാകും, ഇടയ്ക്ക് SMS തരാൻ ആളുണ്ടാകും. മൊത്തത്തിൽ ഇതിൻ്റെ പിന്നിൽ കുറേ പേര് പ്രവർത്തിക്കും. നമ്മളാകെ ചെയ്തത് ഓർഡർ കൊടുത്തതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രാർത്ഥനയും ഇങ്ങനെ ആയിരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും സർവ്വശക്തൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാനുണ്ടെങ്കിൽ സർവ്വശക്തനോട് നിങ്ങൾ കാര്യം പറയുക. എൻ്റെ പൊന്ന് തമ്പുരാനെ, എൻ്റെ പൊന്ന് ഈശോയെ, എനിക്ക് ഇന്ന കാര്യം വേണം. ഇത് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ശാന്തമായി നിന്നാൽ മതി. കാരണം എന്താ, ഇതിൻ്റെ പിന്നിൽ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കാൻ ഇഷ്ടം പോലെ മാലാക്കന്മാരുണ്ട്. സ്വർഗത്തിൽ കിടന്നിട്ടേ അവർ നമ്മളുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ കയ്യിൽ എടുക്കുന്നു, അത് പ്രിൻ്റ് എടുത്ത് കൊടുക്കുന്നു, അവർ നമുക്കുള്ളതെല്ലാം അവിടുന്ന് പാക്ക് ചെയ്യുന്നു, അത് അയക്കുന്നു, തക്ക സമയത്ത് നമ്മളെടുത്ത് കിട്ടിക്കോളും. ഇതിനെയാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ 2025 ജനുവരി മാസത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു ഉത്തമ ബോധ്യത്തോടെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നതൊക്കെ നടന്നിരിക്കും.